ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ട്രൂപ്പിലും എറണാകുളത്തെ എല്ലാ ട്രൂപ്പിലും കലാഭവനിലടക്കം വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഫസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ട്രൂപ്പിലും കയറാമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് എൻ്റെ സീനിയേഴ്സായിട്ട് പ്രോഗ്രാം ചെയ്തിരുന്ന കൈതാരൻ പ്രദീപ് അടക്കമുള്ള സലിംകുമാറായിട്ടൊക്കെ വലിയ അടുപ്പമാണ്. അപ്പോൾ കൈതാരൻ പ്രദീപ് ഞാനൊക്കെ ഒരു ട്രൂപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആലുവ ശാരിക എന്ന് പറഞ്ഞ ട്രൂപ്പിൻ്റെ ട്രൂപ്പായിട്ട് മാറി. പിന്നെ കലാനികേതൻ എന്ന് പറഞ്ഞ കലാഭവൻ ജിമ്മിച്ചേൻ്റെ ട്രൂപ്പിൽ വന്നു. അങ്ങനെ പിന്നെ സജീവമായിട്ട് വന്ന സ്പീക്കറിൽ. ഏറ്റവും കൂടുതൽ ഏത് ട്രൂപ്പിലാണ് നിന്നത്? ഏറ്റവും കൂടുതൽ നിന്നെന്ന് പറഞ്ഞാൽ ട്രൂപ്പ് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഞാൻ, കൈതാരം പ്രദീപ്, മനോജ് പറവൂര്, മനോജ് പറവൂരും ഞാനും കൈതാരം പ്രദീപുമായിരുന്നു. ഒരു 10-12 വർഷം വരെ ഞങ്ങൾ ടീമായിരുന്നു. അപ്പം ഞങ്ങളാണ് ഓരോ ട്രൂപ്പിലേക്കും പോകുമ്പോഴും ഞങ്ങൾ 3 ഒരുമിച്ചേ പോവുള്ളൂ. ഒരു വലിയ യാത്രയായിരുന്നു. പ്രദീപ് ഒന്നും നമ്മുടെ ഒപ്പം ഇല്ല. സത്യനൊക്കെ ഇരിക്കുന്നത് പ്രദീപ് നമുക്കില്ല. മനോജ് എന്ന സീരിയൽ വളരെ ആക്റ്റീവായിട്ട് നീങ്ങുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ട്രൂപ്പിലും എറണാകുളത്തെ എല്ലാ ട്രൂപ്പിലും കലാഭവനിലടക്കം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെയാണ് ഒന്നും കൂടെ ഫേമസ് ആക്കുന്നത് അല്ലേ? ഷിയാസ് ഖാൻ നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ലോ. ഷിയാസ് ഖാൻ്റെ ഒരു യാത്രയിലൂടെ, സിനിമയിലൂടെ ഒരു യാത്ര വലിയ യാത്രയായിരുന്നു. ആ സിനിമയിലേക്ക് എത്താനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. ഷിയാസ്കാണ് എന്നെ, ബിജിക്കുട്ടനെ, പിന്നെ ഒരു മനോജ് കോതമംഗലം, മധു പുന്നപ്പറ, മനോജ് പെരുമ്പാവൂർ, അങ്ങനെ ഒരു 4-5 പേരാ ഷിയാസ്കാണ് ഡയാന ചേച്ചിനെ പരിചയപ്പെടുന്നത്. ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട്. ഇവരൊക്കെ കൈതാരം പ്രദീപ് അടക്കം ഞങ്ങളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് 1-2 എപ്പിസോഡ് അന്ന് ഷൂട്ട് ചെയ്തു പോകുന്നതിന് ശേഷം പിന്നീട് ചേച്ചിയെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാനന്നൊരു ചെറിയൊരു പോർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ചേച്ചിക്ക് അത് ഇഷ്ടമായി.